Dear students, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് പേഷ്യൻ്റ് സേഫ്റ്റിയിൽ നമുക്ക് പേജ് നമ്പർ 55 ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് ഈ ഒരു ഓഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് അപ്പോൾ നമ്മൾ ബോഡി ടെമ്പറേച്ചറിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പീഡിയാട്രിക് ബോഡി ടെമ്പറേച്ചർ എങ്ങനെ നോക്കണമെന്നും അഡൽസിൻ്റെ നോർമലായിട്ടുള്ള ബോഡി ടെമ്പറേച്ചറൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് നമുക്കൊരു നോർമലായിട്ടുള്ളൊരു ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി അഡൾട്ട്സിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37.0 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. ഈ ഹ്യൂമൻ ബോഡിയിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് വ്യത്യാസങ്ങൾ എപ്പോഴും ഒരേ ടെമ്പറേച്ചർ തന്നെ നമ്മുടെ ശരീരത്തിൽ വരില്ല. അപ്പോൾ 36.5 നിന്ന് 37.5 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് മാറും. അതായത് 97.7 ടു 99.5 ഡിഗ്രി ഫാരൻഹീറ്റിലോട്ട് അത് മാറാനൊക്കെ ആയിട്ടുള്ള ചാൻസുകളുണ്ട്. ബോഡി ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഹൈപ്പോതലാമസിലുള്ള നേരോ തെർമോഡൈനാമിക് റേഞ്ച് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പലതരത്തിലുള്ള സിനാപ്റ്റിക് ട്രാൻസ്മിഷനോ ബയോകെമിക്കൽ റിയാക്ഷൻസും നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട്. ഇനി ക്ലിനിക്കൽ ഡിസിഷനിൽ നമുക്ക് എന്താണ് പീഡിയാട്രിക്കിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അറിയാം ഈ കുട്ടികളിലൊക്കെ അവർക്ക് അസുഖം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്താണ്, നമ്മൾ പ്രധാനമായിട്ട് അവരുടെ ബോഡി ടെമ്പറേച്ചർ നമ്മൾ നോക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ അവരെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് സിവിയർ ആയിട്ടുള്ള പനി ഉണ്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്നതിൽ തെറ്റായി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഫോൾസ് പോസിറ്റീവ് ആയിട്ടുള്ള ഫീവറൊക്കെയാണ് നമ്മൾ കാണിച്ചതെങ്കിൽ വളരെ റോങ് ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റാണ് ആ പേഷ്യൻറ്റിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടാം പിന്നീട് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന റിസൾട്ടിനനുസരിച്ചിട്ടാണ് വരുന്നത് അയാൾക്കുള്ള ചികിത്സ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചികിത്സേനെ സാരമായിട്ടത് ബാധിക്കാനൊക്കെ ആയിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. ഗലീലിയോ ആണ് നമുക്ക് തെർമോമീറ്ററിൻ്റെ കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഒരു 16th സെഞ്ച്വറിയിലായിരുന്നു ഈ ഗലീലിയോ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 1709 നമുക്ക് 1709 നമുക്ക് ആരാണ് നമുക്ക് ഡാനിയൽ ഫാരൻഹീറ്റ് ആണ് ആൽക്കഹോൾ ഫിൽഡ് തെർമോമീറ്ററും അതുപോലെ തന്നെ മെർക്കുറി ഫിൽഡ് തെർമോമീറ്ററും നമുക്ക് ആദ്യമായിട്ട് കാണിച്ചു തന്നത്. പിന്നീട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നമുക്ക് സാധാരണയായിട്ട് ആക്സിലറി, റെക്ടൽ, ഓറൽ അതുപോലെ തന്നെ ടിമ്പാനിക് മെംബ്രെയിനിലൊക്കെയാണ് സാധാരണയായിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അളക്കുന്നത്. സാധാരണയായിട്ട് നമുക്ക് ഇലക്ട്രോണിക് അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ അളക്കാറുണ്ട്. പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സൈറ്റിൽ നമ്മൾ നോക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ചിലതിലൊക്കെ നമുക്ക് ചെറിയ നേരിയ വ്യത്യാസങ്ങൾ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ മൗത്തിൽ നമുക്ക് വെച്ച് നോക്കുന്നതിനേക്കാളും ഇടയ്ക്ക് ചില വ്യത്യാസങ്ങൾ നമുക്ക് ആക്സിലയിലും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വ്യത്യാസങ്ങൾ ടെമ്പറേച്ചറിൽ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഫോർ എക്സാമ്പിൾ ദ ഓറൽ ടെമ്പറേച്ചർ വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ്. നമുക്ക് ഓറലി ആയിട്ട് അതായത് വായിൽ വയ്ക്കുന്ന തെർമോമീറ്റർ വെച്ചിട്ടുള്ള മെഷർമെൻ്റാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് വളരെ കൺവീനിയൻറ്റും അതുപോലെ തന്നെ റിലയബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അതായത് വായിൽ വെക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തെർമോമീറ്റർ നാക്കിനടിയിലായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വായ അടച്ചു പിടിക്കുമ്പോൾ ആ ഒരു തെർമോമീറ്റർ എങ്ങോട്ടേക്കും മൂവ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ദ പോസ്റ്റീരിയർ സബ്ലിംഗ്വൽ പോക്കറ്റ് ഈസ് ദ ഏരിയ ദാറ്റ് ഈസ് ഗീവ്സ് ദ ഹയസ്റ്റ് റിലയബിലിറ്റി. അതുപോലെ തന്നെ നാക്കിനടിയിൽ നമുക്ക് ധാരാളമായിട്ട് ബ്ലഡ് വെസൽസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയും നമ്മുടെ വായിൽ വെച്ച് ടെമ്പറേച്ചർ നോക്കുന്നത് വഴി നമുക്ക് സാധിക്കുന്നു. പിന്നെ നമ്മൾ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടിമ്പാനിക് മെംബ്രെയിനിൽ വെച്ച് നോക്കുന്നതാണ്. തെർമോമീറ്റർ നമ്മൾ എവിടേക്ക് നമ്മുടെ ഇയർ കനാലിലോട്ട് വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടെമ്പറേച്ചർ നമ്മൾ നോക്കുന്നത്. പിന്നെ നമുക്ക് ആക്സിലറി ടെമ്പറേച്ചർ ഉണ്ട്, അത് നമുക്ക് തെർമോമീറ്റർ ആക്സിലയിൽ വെച്ചിട്ട് നമുക്ക് എടുക്കുന്ന ടെമ്പറേച്ചറാണ്. പിന്നെ ഈ രണ്ട് സൈറ്റുകളും കൺവീനിയൻറ്റ് ബട്ട് ജനറലി കൺസിഡേർഡ് ലെസ് അക്യുറേറ്റ് ആൻഡ് ഹെൻസ് നോട്ട് റെക്കമെൻഡഡ്. അതായത് നമുക്ക് ചിലപ്പോഴൊക്കെ ഇത് ലെസ് അക്യുറേറ്റഡ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അധികം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല, വായിൽ തന്നെ വെച്ചിട്ടുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് പറയാന്ന് വെച്ചാൽ റെക്ടൽ ടെമ്പറേച്ചർ ആണ്. റെക്ടൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് തെർമോമീറ്റർ ആനസ് ഇൻറ്റു ദ റെക്റ്റത്തിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യുന്നൊരു മെത്തേഡാണ്. അപ്പോൾ തെർമോമീറ്റർ അവിടെ വെക്കുമ്പോൾ നമ്മളൊരു
ലൂബ്രിക്കൻ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വെരി കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. പക്ഷേ ഇത് എന്താണ്, മെഷർ ദ ഇൻറ്റേർണൽ മെഷർമെൻറ്റ് ഇറ്റ് ഈസ് വെരി റിലയബിൾ. അതായത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിലേക്കൊക്കെയുള്ള ടെമ്പറേച്ചറൊക്കെ നോക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ്, ഇത് കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഇതിന് നമുക്ക് പറയുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്നാണ്. ഇനി ഗട്ട് ടെമ്പറേച്ചർ മെഷേർഡ് വിത്ത് എൻ ഇൻജസ്റ്റഡ് പിൽ ഓൾസോ ഗീവ് റീഡിങ് ക്ലോസ് ടു ദ റെക്ടൽ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് ഗട്ട് ടെമ്പറേച്ചർ ആണെങ്കിലും ആ ഒരു ഇൻറ്റസ്റ്റൈൻ ടെമ്പറേച്ചറൊക്കെ എന്താണ്, നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബിസൈഡ് ദ സൈറ്റ് ദ ടൈം ഓഫ് ഡേയ്സ് ഈസ് എൻ എസെൻഷ്യൽ ഫാക്ടർ ലീഡിങ് ടു വാരിയബിലിറ്റി ഇൻ ദ ടെമ്പറേച്ചർ റെക്കോർഡ് സെക്കൻഡറി ടു ദ സർക്കാഡിയൻ ഋതം. അതായത് നമുക്കിപ്പോൾ ഒരു ദിവസം കിട്ടിയിട്ടുള്ള അതേ ടെമ്പറേച്ചർ ആവണമെന്നില്ല അടുത്തൊരു ദിവസം നമുക്ക് കിട്ടുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ദിവസം നോക്കിയിട്ടുള്ള ടെമ്പറേച്ചറിൽ നിന്ന് വ്യത്യാസമായിട്ടായിരിക്കാം അടുത്ത ദിവസത്തെ ടെമ്പറേച്ചർ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്കിതുപോലെ തന്നെ നമ്മുടെ ഫിസിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ എന്തിനെ ബാധിക്കാറുണ്ട്, നമ്മുടെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ടെമ്പറേച്ചറിനെ, ബോഡി ടെമ്പറേച്ചറിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ അത് ഓരോ ദിവസങ്ങളിലും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് ഓരോ ദിവസങ്ങളിലും ആ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ദർ ഈസ് ഓൾസോ എ വേരിയേഷൻ ഓഫ് ദ ബോഡി ടെമ്പറേച്ചർ ഇൻ എ റെഗുലർലി സൈക്ലിംഗ് ഫീമെയിൽ റെഫേർഡ് ടു എസ് സർക്കാമെൻസൽ ഋതം. അതായത് നമ്മൾ സർക്കാമെൻസൽ ഋതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസേന നമുക്ക് സൈക്കിൾ ചവിട്ടുന്ന ഫീമെയിൽസിലാണെങ്കിലും ഇതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചറിൽ ബാക്കിയുള്ള സ്ത്രീകളിൽ നിന്ന് വ്യത്യാസങ്ങൾ വരാറുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദീസ് റിതം ഈസ് പാരമൗണ്ട് ഇൻ ടീച്ചിങ് പേഷ്യൻറ്റ് ട്രൈയിങ് ടു കൺസീവ് അബൌട്ട് ദ ഫെർട്ടൈൽ പീരീഡ് ഓഫ് ദ സൈക്കിൾ. അതായത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി അറിവുകൾ ആർക്ക് പറഞ്ഞു കൊടുക്കണം, നമുക്ക് നമ്മുടെ പുതുതലമുറയ്ക്കോ ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് മെൻസസിൻ്റെ സമയത്താണെങ്കിലും പലതരത്തിൽ നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചറിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ സ്റ്റഡീസ് ഷോ ദാറ്റ് യങ്ങർ പേഷ്യൻസ് ആൻഡ് ഫിറ്റർ record larger temperature amplitude, while older and less fit people record lesser amplitude changes. Some studies have demonstrated a seasonal variation in body temperature. We need more research in this regard to reach definite കൺക്ലൂഷൻ. അതായത് നമുക്ക് അതുപോലെ തന്നെ മെൻസസിൻ്റെ സമയം നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ ജെൻഡറിനനുസരിച്ച് ഒക്കെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡി ഫിറ്റ്നസ്സിനൊക്കെ അനുസരിച്ച് ഇപ്പോൾ കുറേ വ്യായാമമൊക്കെ ചെയ്യുന്ന ആളുകളിലൊക്കെ ആണെങ്കിലും ടെമ്പറേച്ചറിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, സീസണിലാണെങ്കിൽ ഇപ്പോൾ ഓരോരോ സീസൺ, ഇപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് മഞ്ഞുകാലമാണെങ്കിലും ഇല്ലെങ്കിൽ സമ്മർ ആണെങ്കിലും ഒക്കെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ ഇതുപോലെ തന്നെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കവിടെ കൺക്ലൂഷനായിട്ട് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് എബൌട്ട് ഗ്ലാസ് തെർമോമീറ്റേഴ്സ് കണ്ടെയ്നിങ് മെർക്കുറി. അതായത് നമുക്ക് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഏജൻസി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെർക്കുറി എന്ന് പറയുന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അതിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിന് ദോഷകരമായിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിൽ അത് പോയിട്ടുണ്ടെങ്കിലും അത് എന്താണ്, നമുക്ക് എന്താണ് ദോഷമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ മെർക്കുറി പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബിക്കോസ് ഓഫ് ദ റിസ്ക് ഓഫ് ബ്രേക്കിംഗ് ഗ്ലാസ് തെർമോമീറ്റേഴ്സ് കണ്ടെയ്നിങ് മെർക്കുറി ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം യൂസ് ആൻഡ് ഡിസ്പോസൽ ഓഫ് പ്രോപ്പർലി ഇൻ അക്കോർഡൻസ് വിത്ത് ലോക്കൽ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ ലോസ്. അതായത് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഗ്ലാസ് തെർമോമീറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെർക്കുറി പുറത്തേക്ക് പോകും. അത് നമുക്ക് വെറുതെ നമ്മൾ പോയി ഓടിച്ചെന്ന് കൈകൊണ്ടൊന്നും തുടയ്ക്കാനായിട്ട് പാടില്ല. ലോക്കൽ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ ലോസിനനുസരിച്ച് വേണം അത് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മൾ ലോക്കൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേസ്റ്റ് ഡിസ്പോസൽ അതോറിറ്റിനെയോ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഓൺ ഹൗ ടു പ്രോപ്പർലി ഡിസ്പോസ് ഓഫ് മെർക്കുറി തെർമോമീറ്റേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്ന ആളുകളെ വിളിച്ചിട്ട് വേണം നമ്മൾ ഡിസ്പോസ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട്.